ഹായ്, എല്ലാവർക്കും OORUTHENDIയുടെ പുതിയൊരു കിട്ടിലിൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് ലിഫ്റ്റി വെച്ച് നമ്മുടെ ഇൻട്രോ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് ഈ ലിഫ്റ്റിനകത്തൊക്കെ വെച്ചെന്ന്. ഞാനിപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലിലാണ്, അതുകൊണ്ടാണ്. ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് അടൂരാണ്, ഹോസ്പിറ്റലിലാണ്. അപ്പം ഞാൻ നേരത്തെ ഇൻട്രോ പറഞ്ഞപ്പം മാസ്കൊക്കെ വെച്ചേക്കുന്നുണ്ടല്ലായിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലിലാണ്, അതുകൊണ്ടാണ് നമ്മൾ മാസ്കൊക്കെ വെച്ച് ഇന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വലുതായിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫി വീഡിയോകളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്തിനാണ് ഹോസ്പിറ്റലിൽ വന്നതെന്നായിരിക്കും. ഓക്കെ, എൻ്റെ അപ്പച്ചൻ ഹോസ്പിറ്റലാണ്, അപ്പം അർജൻറ്റായിട്ട് വരേണ്ടി വന്നു. അങ്ങനെയാണ് ലോക്ക്ഡൗൺ ആയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് വെളിയിലോട്ടൊക്കെ ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് രാവിലെ പോയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇറക്കുന്നത്. അപ്പോൾ ഫോട്ടോഗ്രാഫി കരയുന്നതെന്തിനാ എന്തിനാ എന്തിനാ ഒന്നു ചിരിച്ചു കൂടെ, വെറുക്കുന്നതെന്തിനാ എന്തിനാ എന്തിനാ വന്നു സ്നേഹിച്ചു കൂടെ. ലോകം മയക്കത്തിലോ, നാമെല്ലാം ഉറക്കത്തിലോ, ദേഹം നടുക്കത്തിലോ, നാമെല്ലാം പാതാളത്തിലോ. ഇപ്പോൾ ഇവിടെ അങ്ങനെ ആരെ അഡ്മിറ്റ് ഒന്നും ചെയ്യുന്നില്ല. അപ്പം എന്താണോ എന്തോ ഫുൾ കൊറോണയുടെ ഭീതിയിലാണ് എല്ലാവരും മാസ്കൊക്കെ ഇട്ട്. മയക്കത്തിലോ, നാമെല്ലാം ഉറക്കത്തിലോ, ദേഹം നടു. ഇപ്പോൾ ഫ്രണ്ട്സ്, കൊറോണയാണ്. അപ്പം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങുന്നെങ്കിൽ ദയവ് ചെയ്ത് ആവശ്യമില്ലാത്തവരൊന്നും വെളിയിലോട്ട് ഇറങ്ങാതിരിക്കുക. ഇറങ്ങുന്നെങ്കിൽ തന്നെ ജസ്റ്റ് മാസ്കൊക്കെ ഉപയോഗിച്ചതിന് ശേഷം മാത്രം വെളിയിലിറങ്ങുക. അനാവശ്യത്തിനൊന്നും ഇങ്ങനെ വെളിയിലിറങ്ങി നടക്കരുത്. കാരണം കുറച്ച് കുറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മളിപ്പം വെളിയിലിറങ്ങി നടന്നു കഴിഞ്ഞാൽ ഒരുപാട് ദോഷമാണ്. ഇന്നലെയൊക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം 13 പേർ കൂടി എൻ്റെ COVID-19 സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ വീണ്ടും സ്പ്രെഡായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുപാട് അഡ്മിഷനൊക്കെ വളരെ കുറവാണ്. രോഗികളെ ഒരുപാടൊന്നും അഡ്മിറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ ഇപ്പം ഞാൻ കഞ്ഞി മേടിക്കാൻ പോയപ്പം തന്നെ എല്ലാം ഡിസ്റ്റൻസൊക്കെ ഇട്ട് നിർത്തിയതിന് ശേഷം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് ജാഗ്രതകളാണ് മെഡിക്കൽ ടീം ചെയ്യുന്നത്. അപ്പം നമ്മളും അതിനോടൊപ്പം നിൽക്കണം. ഞാൻ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുമ്പോഴെല്ലാം മാസ്ക് വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. അപ്പം നിങ്ങളും വെളിയിലോട്ടൊക്കെ ഇറങ്ങുന്നെങ്കിൽ മാസ്കൊക്കെ വെച്ചുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങുക. ഞാൻ കണ്ടോ ഹോസ്പിറ്റൽ ഞാൻ കാണിക്കാം. കണ്ടോ, ഇതാണ് ഹോസ്പിറ്റൽ. കണ്ടോ, വീൽ ചെയർ, കണ്ടോ വെച്ചിരിക്കുന്നുണ്ടോ? ഇവിടെ ആണ്, പൊളിയാണ്. ഞാൻ നമ്മുടെ വെളിയിലോട്ട് കാണിക്കാം. വെയിറ്റ് കണ്ടോ, ജസ്റ്റ് ഒത്തിരി കാറുകളൊന്നുമില്ല, എന്നാലും കുറച്ചൊക്കെ ഉള്ളൂ. അവിടെ നിന്നൊരു ചേച്ചി നമ്മളെ നോക്കുന്നു. ഞാൻ എടുക്കും, എവിടെ പോയാലും ഞാൻ വീഡിയോ എടുക്കും. കണ്ടോ, ഇപ്പം വളരെ കുറവാണ്. എന്നാൽ തന്നെയും റോഡിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലുതായിട്ടൊന്നുമില്ല, എന്നാലും ആളുകളൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളാരെങ്കിലുമൊക്കെ വെളിയിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ് അനുഭവം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കണ്ടോ, ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴുള്ള അവസ്ഥകളാണ് ഇതൊക്കെ. കാണിച്ചു തരാം. കണ്ടോ, ഒരു ഹോസ്പിറ്റലിൽ നിന്നുള്ള വ്ളോഗുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇവിടെ നിന്ന് ആരുമില്ല. പൊളിയാണ്. ഇതൊന്നും ആരുമില്ല. നമ്മൾ കണ്ടോ, ഇവിടെ ഒന്നും ആരുമില്ല. COVID-19 എന്തായാലും എല്ലാവരും ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഞ്ഞി മേടിക്കാൻ പോയപ്പോൾ തന്നെ ഡിസ്റ്റൻസൊക്കെ ഇട്ട് നിന്നാൽ മാത്രമേ കൊടുക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒന്ന് പേടിച്ച്. എന്തായാലും വളരെ നല്ല കാര്യമാണ്.
എന്തായാലും മെഡിക്കൽ ടീംസ് തന്നെ ഇത്രയും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഇത്രയും വന്നിട്ടും ചിലർക്കൊന്നും ഒരു കുലുക്കവും ഇല്ല. എന്നിട്ട് യെസ്, ഇതെന്താണെന്ന് അറിയാമോ? ഓക്സിജൻ ആണെന്ന് തോന്നുന്നു. യെസ്, ഓക്സിജൻ. കണ്ടോ, കിടക്കുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു. ഫുൾ കാരണം ഇപ്പം ഇതായതുകൊണ്ട് തന്നെ ഒന്നും അങ്ങനെ കൂടുതൽ ആളുകളെ ഒന്നും ഇങ്ങോട്ട് റെഫർ ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ കോവിഡ് സ്ഥിരീകരിച്ചൊന്നും ആരുമില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഏതൊരു കൊച്ചു കരയുന്നു, ഏതൊരു കൊച്ചു കരയുന്നു. ഇതെന്താ? ഓക്കെ, കണ്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഫോട്ടോഗ്രാഫി വീഡിയോയിലോട്ട്. ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിടുന്നതായിരിക്കും. ഇപ്പോൾ ഒരു കൊച്ചു കരയുന്നുണ്ട്, ഹോസ്പിറ്റലാണല്ലോ, കരയും.